ഹൃദയശൂന്യരായ മനുഷ്യരായിട്ട് അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ലോകം. മാതാപിതാക്കളെന്നോ മക്കളെന്നോ ബന്ധങ്ങളില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇന്ന് പത്രവാർത്തകളിലൂടെ, മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്ന പല വാർത്തകളും നമ്മളെയൊക്കെ വീർപ്പ് മുട്ടിക്കുക. 90 വയസ്സുള്ള അമ്മ കോടതിയെ സമീപിച്ചിരിക്കുകയാ, പോലീസ് സ്റ്റേഷൻ വഴി കോടതിയെ സമീപിച്ചിരിക്കുകയാ. മക്കള് നോക്കുന്നില്ല. 90 വയസ്സുള്ള പ്രായമായ അമ്മയ്ക്കും അപ്പനുമൊക്കെ ഇന്ന് സ്വത്തിന്റെയും പണത്തിന്റെയും ഒക്കെ വിലയിടുന്ന കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തില് അർത്ഥം എന്ന് പറയുന്നത് അർത്ഥശൂന്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ടെക് സംസ്കാരത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുക. അതുകൊണ്ട് തന്നെയാണ് സ്നേഹിച്ച ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ ഇറങ്ങി പുറപ്പെടുമ്പോൾ സ്വന്തം ഭർത്താവിനെ കാമുകനുമായിട്ട് ചേർന്ന് കുരുതി കൊടുക്കുവാൻ മടി കാണിക്കാത്ത മനുഷ്യൻ ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഈ സമൂഹം എന്ന് പറയുക. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സ്വന്തം കുഞ്ഞിനെ പോലും തറയിൽ അടിച്ചു കൊല്ലുവാനായിട്ട് മടി കാണിക്കാത്ത അമ്മമാര് ജീവിക്കുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. എന്തിനേറെ പറയുന്നു, ഈ ചേർത്തലയിൽ നിങ്ങൾ ഒരു പക്ഷെ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിലും ടിവിയിലുമൊക്കെ നിങ്ങൾ കണ്ടു കാണും, മാധ്യമങ്ങളിലൂടെ നിങ്ങൾ ഒരു പക്ഷെ കണ്ടു കാണും. ചേർത്തലയില് സ്വന്തം മക്കള് കിടപ്പായ അപ്പനെ മർദ്ദിക്കുന്ന ഒരു പിക്ചർ, നിങ്ങളൊരു പക്ഷെ വീഡിയോ നിങ്ങളൊരു പക്ഷെ കണ്ടു കാണും. സ്വന്തം ജന്മം കൊടുത്ത് പോറ്റി വളർത്തി 2 കാലിൽ നിൽക്കുവാനായിട്ട്, സ്വന്തം കാലിൽ നിന്നുകൊണ്ട് പണം സമ്പാദിക്കുവാനായിട്ട് സാഹചര്യം ഒരുങ്ങുമ്പോൾ കിടപ്പിലായിട്ടുള്ള തൻ്റെ ജീവിതത്തിൽ ചോരയും നീരും മക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞു മാറ്റിവെച്ച് മാതാപിതാക്കളെ മർദ്ദിക്കുന്ന മക്കൾ ജീവിക്കുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ ഓരോരുത്തരും. എന്തിനേറെ പറയുന്നു, നൊന്ത് പ്രസവിച്ച അമ്മയും പോറ്റി വളർത്തുന്ന ഈ അപ്പനും സ്വന്തം മക്കളെ ദാരിദ്ര്യത്തിന്റെ പേരിൽ വിറ്റ് പണമുണ്ടാക്കുവാനായിട്ട് പരിശ്രമിക്കുകയും കുരുതി കൊടുക്കുവാനായിട്ട് ഇടം നൽകുകയും ചെയ്യുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കൂട്ടത്തിലുള്ളവരെ കുരുതി കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ തെരുവിലൂടെ നടക്കുമ്പോൾ പോലും ചോര മണമാണ് നമ്മൾക്ക് ഉണ്ടാവുക. ഇത്രമാത്രം സമുന്നതരായ, ഇത്രമാത്രം ബുദ്ധി രാക്ഷസന്മാർ ജീവിക്കുന്ന, ഇത്രമാത്രം സാക്ഷരതയുള്ള ഈ കേരളത്തില് വിശ്വാസത്തിൽ ഏറ്റവും കൂടുതൽ അടിത്തറയുണ്ട് എന്ന് അഭിമാനിക്കുന്ന, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അഭിമാനിച്ച് ജീവിക്കുന്ന ഈ കേരളത്തിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കെണികൾ രൂപപ്പെടുന്നതും കെണികളിൽ വീഴ്ത്തുന്നതും കെണികൾ ഉണ്ടാക്കുന്നതും. ഈ ഹണി ട്രാപ്പിൽ എന്തുകൊണ്ടാ വീഴുക? കിട്ടിയ പണം കൂടാതെ ഇനിയും കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി കോടികൾ മുടക്കിക്കൊണ്ട് കോടികൾ സമ്പാദിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ട്രാപ്പിലാവുകയാണ്. ഓൺലൈൻ തട്ടിപ്പിലൂടെ ഏറ്റവും കൂടുതൽ ഇന്ന് വീഴുന്നത് ആരാ? മലയാളികളാണ്. കാരണം എന്താ? ആർത്തിമൂത്ത മനുഷ്യൻ കൂടുതൽ പണം കിട്ടുന്നതിന് വേണ്ടി 25-30 കോടി രൂപകള് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ട് അതിനേക്കാളും കൂടുതൽ 80-90 വയസ്സുള്ള പെൻഷൻ പറ്റിയ വ്യക്തികൾ പോലും ചെയ്തു കൂട്ടുന്ന ആർത്തിയുടെ സംസ്കാരമാണെന്ന് ഈ സമൂഹത്തിൽ കാണുക. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കൂടെയുള്ളവരെ പോലും കൂട്ടക്കുരുതി നടത്തുവാനായിട്ട് മടി കാണിക്കാത്ത മനുഷ്യൻ ജീവിക്കുന്ന സമൂഹമായിട്ട് നമ്മുടെ സമൂഹം അധപ്പതിച്ചിരിക്കുകയാണ്. മനുഷ്യന്റെ യാന്ത്രികമായ ജീവിതശൈലി മാറ്റിക്കൊണ്ട് അമ്മയുടെ അമ്മ സംസ്കാരം എന്നുള്ളത് രൂപപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അമ്മ സംസ്കാരം എന്ന് പറയുക അതൊരു പുതിയ സംസ്കാരമാണ്. അത് സംസ്കാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വിശുദ്ധിയുടെ, വിശ്വാസത്തിന്റെ, വിശ്വസ്തതയുടെ ഒരു സംസ്കാരം. ഈ സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. വിനയത്തിന്റെയും വിശുദ്ധിയുടെയും വിശ്വാസത്തിന്റെയും വിശ്വസ്തതയുടെയും ഒരു സംസ്കാരം. ഈ സംസ്കാരം എന്ന് പറയുക കരുതലിന്റെ, കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ സംസ്കാരമാണ്. ഇതാണ് അവൻ പഠിപ്പിച്ച പാഠമെന്ന് പറയുക. ഇതാണ് അമ്മ നമുക്ക് നൽകുന്ന മാതൃക എന്ന് പറയുക. ഈ മാതൃകയിലൂടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമാണ് ഈ ജീവിതത്തില്, ഈ തിരുനാളിന്, നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിന്റെയൊക്കെ ആഘോഷം എന്ന് പറയുക അർത്ഥപൂർണമായിട്ട് മാറുകയുള്ളൂ. അതല്ല എങ്കിൽ അധപ്പതിച്ച ഈ സമൂഹത്തിൽ അധപ്പതിച്ച മനുഷ്യരായിട്ട് വീണ്ടും വീണ്ടും അധപ്പതിച്ചുകൊണ്ട് അന്ന് മരത്തിലിഴഞ്ഞ പാമ്പിന്ന് മനസ്സിലൂടെ ഇഴയുമ്പോൾ ആർത്തിപൂത്ത് കൂടെയുള്ളവരെ കുരുതി കൊടുക്കുവാനായിട്ട് മടി കാണിക്കാത്ത മനുഷ്യരായിട്ട് നമ്മളൊക്കെ അധപ്പതിച്ചു പോവുകയുള്ളൂ. ഇതൊക്കെ ആഘോഷവും ഈ വിശ്വാസമൊക്കെ ഒരു ആഡംബരവുമായിട്ട് അർത്ഥശൂന്യമായ ആചാരാനുഷ്ഠാനങ്ങളിൽ അധപ്പതിക്കുന്ന മനുഷ്യരായിട്ട് മാറരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അമ്മ പറയുകയാ, അമ്മ സംസ്കാരം രൂപപ്പെടുത്തണം. ഇതാണ് പരിശുദ്ധി അമ്മ എന്നോട് പറഞ്ഞത്. കാരുണ്യത്തിന്റെ, കരുതലിന്റെ ഒരു സംസ്കാരം. ആത്മഹത്യയിലേക്ക് ചുവടുവെക്കുന്ന മനുഷ്യർ ജീവിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തില് പരിശുദ്ധി അമ്മ നമുക്ക് വെല്ലുവിളിയായി നിന്നുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുപോലെ ജീവിതത്തിന്റെ ക്ലേശങ്ങളില്, വേദനകളില്, ദുഃഖ ദുരിതങ്ങളില്, ദുരന്തങ്ങളില് ഇതുപോലെ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി ദൈവത്തെ മുറുകെ പിടിച്ച് ചുവടുറപ്പിച്ച് ഭൂമിയിൽ ജീവിക്കുവാനായിട്ട്, ജീവനായിട്ട് മാറുവാൻ നിനക്ക് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് പരിശുദ്ധി അമ്മ നമ്മളോട് ആവശ്യപ്പെടുക. ഇതുപോലെ തന്നെയാണ് അമ്മ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സകലതും സമർപ്പിച്ച്
അമ്മ തന്റെ ജീവിതത്തെ ഏറ്റെടുക്കുകയാ. ഈ വേദനയുടെ ഈ മാതൃകയാണ് ഈശോ പഠിപ്പിക്കുക. ഇതുപോലെ ആയി മാറണമെന്നുള്ളത്. ഏലീശോ അമ്മയുടെ അടുത്തേക്ക് പോകുന്ന പരിശുദ്ധ അമ്മയെ ഓർമ്മപ്പെടുത്തുക. കൂടെയുള്ളവനെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നിനക്ക് സന്നദ്ധതയുണ്ടോ? നിന്റേതായിട്ടുള്ള സൗഖ്യവും സുഖവും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആഡംബരത്തിന് മാത്രം നീ ജീവിക്കുമ്പോൾ, അമ്മയുടെ പക്കല് അപേക്ഷകളുമായി എത്തുമ്പോൾ അമ്മയെ ഓർമ്മപ്പെടുത്തുക. നിന്റെ ജീവിതത്തിൽ അന്യം നിന്ന് പോകുന്ന ഈ അമ്മ സംസ്കാരം എന്നുള്ളത് അവരെന്റെ അടുത്തേക്ക് എത്തിപ്പെടുവാനായിട്ട്, അവരുടെ വേദനയിൽ സഹായിക്കുവാനായിട്ട്, അവരുടെ ബുദ്ധിമുട്ടുകളിൽ ചേർന്ന് നിൽക്കുവാനായിട്ട് ഏലീശോ അമ്മയുടെ അരികിലെത്തിയ പരിശുദ്ധ അമ്മയെ പോലെ നിനക്ക് നിൽക്കുവാനായിട്ട് സാധിക്കുമോ? നമുക്ക് നിൽക്കുവാനായിട്ട് സാധിക്കുമോ എന്നുള്ള വലിയൊരു ചോദ്യമാണ് പരിശുദ്ധ അമ്മ ഉയർത്തുക. അതുകൊണ്ടാണ് ഈശോ പറയുക, അമ്മയാണ് മാതൃക. നിങ്ങൾ കണ്ടുപിടിക്കുക, അതാണ് എൻ്റെ അമ്മ. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അമ്മയും സഹോദരരുമാണെന്ന് ഈശോ പറയുമ്പോൾ, ഈ ജീവിത മാതൃക, അമ്മ കാണിച്ചു തന്ന മാതൃക, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പറയുക. കുരിശോളം നീങ്ങുന്ന പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിൽ മകനെ വിട്ടുകൊടുക്കുമ്പോഴുണ്ടാകുന്ന ദുഃഖവും ദുരിതവും അമ്മ കടിച്ചിറക്കുന്ന വേദനയും എന്തുമാത്രമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ക്രിസ്തു ഉദയസൂര്യനാണ് എങ്കിൽ പരിശുദ്ധ അമ്മ ഉഷകാല നക്ഷത്രമാണെന്നാണ് പറയുക. ഉദയസൂര്യനാണ് ക്രിസ്തുവെങ്കിൽ അതിനു മുമ്പേ ഏറ്റവും ആദ്യമായിട്ട് പുലർകാലത്ത് തന്നെ അങ്ങ് കിഴക്കുതിച്ചു നിൽക്കുന്നൊരു നക്ഷത്രം, അതാണ് ഉഷകാല നക്ഷത്രം, പരിശുദ്ധ അമ്മ എന്ന് പറയുക. കൂടാതെ വിശുദ്ധ അംബ്രോസ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, സ്വർഗത്തിനും ഭൂമിയിലും മധ്യേയുള്ള ഗോവിണിയാണ് പരിശുദ്ധ അമ്മയെന്ന്. കാരണം സ്വർഗത്തിലുള്ളവർക്ക് ഭൂമിയിലേക്ക് ഇറങ്ങുവാനും ഭൂവാസികൾക്ക് സ്വർഗത്തിലേക്ക് കയറുവാനുമായിട്ടുള്ള ഗോവിണിപ്പടിയാണ് പരിശുദ്ധ അമ്മ. അമ്മ നമ്മുടെ മധ്യസ്ഥയാണ്. ഈ അമ്മയുടെ അരികില് നാം ആയിരിക്കുമ്പോൾ നമ്മുടെ അപേക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ അമ്മയുടെ അരികിൽ വെച്ച് നാം കടന്നു പോകുമ്പോൾ അമ്മ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്റെ അപേക്ഷകളും നിന്റെ വേദനകളും നിന്റെ സങ്കടങ്ങളും ഒക്കെ എൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് നീ എന്നിൽ നിന്ന്, എൻ്റെ മകനിൽ നിന്ന് അനുഗ്രഹങ്ങൾ നീ ആവശ്യപ്പെടുമ്പോൾ ഞങ്ങളുടെ ചില ആവശ്യങ്ങൾ നീ നടത്തി തരുവാനായിട്ട് സന്നദ്ധനാണോ സന്നദ്ധയാണോ എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കുവാനോ ആ ചോദ്യം ഒന്ന് കേൾക്കുവാനോ അമ്മയുടെ സന്നിധിയിലിരിക്കുവാനോ നമുക്കൊരിക്കലും സമയം ലഭിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ നമ്മുടെ സങ്കടങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ അമ്മയുടെ മുന്നിൽ ഇറക്കി വെച്ചുകൊണ്ട് നമ്മൾ കടന്നു പോവുകയാണ്. അമ്മയുടെ അരികിലിരുന്ന് അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ നിങ്ങളോട് പറയുവാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. അമ്മ പറയുക, അമ്മ എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. അമ്മ സംസ്കാരം എന്ന് പറയും. ഈ അമ്മ സംസ്കാരത്തെക്കുറിച്ച് നിങ്ങളോട് പറയണമെന്ന് പരിശുദ്ധ അമ്മ എന്നോട് പറയുകയാണ്. അമ്മ എന്നോട് പറഞ്ഞത് അത് മാത്രമാണ്, അമ്മ സംസ്കാരം അതിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരമാണ് അമ്മ സംസ്കാരം എന്ന് പറയുക. അമ്മയുടെ സംസ്കാരം അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം ജീവിത ശൈലിയാണ്. ആ ജീവിത ശൈലി കരുപ്പിടിപ്പിക്കുവാനായിട്ട് സാധിക്കണം എന്നുള്ള കാര്യം അറിയിക്കണമെന്ന് അമ്മ എന്നോട് ആവശ്യപ്പെടുകയാണ്. ഇന്നത്തെ സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അമ്മ പറയുന്നത് ഒരേ ഒരു കാര്യമാണ്, ഈ സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കണമെങ്കിൽ അമ്മ പറയുക, അവൻ പറയുന്നത് പോലെ ചെയ്യണമെന്നുള്ളതാണ്. കാനായിലെ കല്യാണ വിരുന്നിനോടനുബന്ധിച്ചുകൊണ്ട് അമ്മ പറയുന്നതും അതുമാത്രമാണ്, അവൻ പറയുന്നത് ചെയ്യുക. അമ്മ എന്നോടും നിങ്ങളോടുമായിട്ട് പറയുന്നതും മറ്റൊന്നുമല്ല, അവൻ പറയുന്നത് ചെയ്യുക എന്ന് മാത്രമാണ്. എന്താണ് അവൻ പറയുക? അവൻ പറയുന്നത് അനുസരിച്ച് കഴിഞ്ഞാൽ അമ്മ ഓർമ്മപ്പെടുത്തുക, ശൂന്യമായ കൽഭരണികളൊക്കെ നിറകൽഭരണികളായിട്ട് മാറും. രുചിയോ ഒന്നുമില്ലാത്ത മണമോ ഇല്ലാത്ത പച്ചവെള്ളം അത് രുചികരമായ വീഞ്ഞായിട്ട് മാറും. ഏത് സാഹചര്യത്തിലും അസ്വസ്ഥതകളും വേദനകളും നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് എങ്കിൽ അവിടെ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും. വേദനിക്കുന്ന മനുഷ്യർക്ക് ആശ്വാസവും സൗഖ്യവും രോഗികൾക്ക് സൗഖ്യവും ലഭിക്കുമെന്ന് അമ്മ ഓർമ്മപ്പെടുത്തുകയാ. അവൻ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാ. അമ്മയുടെ ജീവിത ശൈലി നമ്മൾക്ക് മാതൃകയായിക്കൊണ്ട് നമ്മളോട് പഠിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, ഇതുമാത്രമാണ്, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്താൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അവനോട് ചോദിച്ചാൽ അവൻ പറയും, എനിക്ക് നിങ്ങളോടൊന്നു മാത്രമേ പറയാനായിട്ടുള്ളൂ. അവൻ ഒരു കാര്യം മാത്രമേ നമുക്ക് നൽകിയിട്ടുള്ളൂ. സുവിശേഷം മുഴുവനും വായിച്ചു കഴിഞ്ഞാൽ അവൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഒരു കൽപ്പന നൽകുന്നു.
ഈ ഒരു കൽപ്പനയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുക. ആ കൽപ്പന സ്നേഹത്തിന്റെ കൽപ്പനയാണ്. അവൻ പറയുക, ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ നീ നിന്റെ സഹോദരനെ സ്നേഹിക്കണം, അയൽവക്കക്കാരെ സ്നേഹിക്കണം, കൂടെയുള്ളവരെ സ്നേഹിക്കണം, മനുഷ്യനെ സ്നേഹിക്കുന്നവരായിട്ട് മാറണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സുവിശേഷം മുഴുവനും വായിക്കുമ്പോഴും ഈശോ നമ്മളെ പഠിപ്പിക്കുന്നതും ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒന്നല്ല. മനുഷ്യനായിട്ട് മാറണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യനായിട്ട് അവതരിച്ചവൻ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരേ ഒരു കാര്യമാണ്: മനുഷ്യനായിട്ട് മാറണം. മാനുഷികത നഷ്ടപ്പെട്ട ഈ ലോകത്തില്, മാനവികത ഇല്ലാത്ത ഒരു സാഹചര്യത്തില് മനുഷ്യനായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് ഒരേ ഒരു കൽപ്പനയാ: നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക എന്ന്. ഇന്ന് സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അപരന്റെ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനോ അവന്റെ വേദനകളിലേക്ക് കടന്നു ചെല്ലുവാനോ ആഗ്രഹിക്കാത്ത മനുഷ്യനെയാണ് ഇന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുക. സ്വന്തമായിട്ട് സ്വന്തം ജീവിതത്തിലേക്ക് മാത്രം തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ്റെതായിട്ടുള്ള അഭിവൃദ്ധി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വാർത്ഥമോഹങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുവാൻ മടി കാണിക്കാത്ത മനുഷ്യൻ ജീവിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഈശോ നമ്മളോട് പറയുക ഒരേ ഒരു കൽപ്പനയാ: സ്നേഹിക്കുക. സ്നേഹത്തിന്റെ കൽപ്പന മാത്രമാണ്. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. ഈ സ്നേഹം ഇന്ന് കേട്ട് കേട്ട് അന്യം നിന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഓർമ്മപ്പെടുത്തുകയാണ് സ്നേഹിക്കുക എന്നുള്ളത്. രണ്ടാമതായിട്ട് അവൻ പറയുക മറ്റൊന്നുമല്ല, അവൻ ഒരേ ഒരു പാഠമാണ് നമുക്ക് നൽകുക. പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കുമ്പോൾ അവൻ പറയുന്ന പ്രാർത്ഥനയൊന്നു മാത്രമാണ്. അവന്റെ പ്രാർത്ഥന ഇത് മാത്രമായിരുന്നു: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥനയാണ് നമുക്ക് നൽകുക. അവൻ പഠിപ്പിച്ച പ്രാർത്ഥന അത് ജീവിതത്തിൽ നിറവേറ്റുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: നീ ഒറ്റയാനായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവനല്ല, നീ ഈ സമൂഹത്തില് സമൂഹജീവിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നീ ഒരുമിച്ച് ജീവിക്കുന്നവനാണ്. എല്ലാ മനുഷ്യരെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നീ നിന്റെ പരിമിതിയെക്കുറിച്ച് മനസ്സിലാക്കണം. ഈശോ പഠിപ്പിക്കുകയാ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചുകൊണ്ട് ഭൂമിയിൽ ദൈവരാജ്യം കരുപ്പിടിപ്പിക്കുവാനായിട്ട് നീ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാ. ദൈവരാജ്യം കരുപ്പിടിപ്പിക്കണമെങ്കിൽ നീ മറ്റുള്ളവരോട് ക്ഷമിക്കണം എന്നുകൂടെ പഠിപ്പിക്കുകയാ. മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ട് ദൈവരാജ്യം ഈ ഭൂമിയിൽ കരുപ്പിടിപ്പിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുമ്പോഴാണ് നിന്റെ ജീവിതം ധന്യമായിട്ട് മാറുക. നീ വിളിച്ച് പ്രാർത്ഥിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അനുദിന ജീവിതത്തിന് വേണ്ട അന്നു വേണ്ട ആഹാരം നിനക്ക് ലഭിക്കണമെങ്കിൽ അത് നീ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ മാത്രമാണ് നിനക്ക് ലഭിക്കുക. കാരണം നിനക്ക് ശക്തിയില്ലാത്തവനാണ്. നിന്റെ ശക്തിയുടെ ഊർജത്തിന്റെ സ്രോതസ് എന്ന് പറയുക അത് ദൈവമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവമാണ് നിന്റെ എല്ലാം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൊണ്ട് നീ പരിമിതിയുള്ള മനുഷ്യനാണ് എന്ന് പഠിപ്പിക്കുകയാണ്. പരിമിതിയുള്ള മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ നീ ഓർക്കുക, നിന്റെ നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ളത് ദൈവകൃപയാണ്. ദൈവകൃപയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നീ ജീവിക്കുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന് അസ്തിത്വം ഉണ്ടാവില്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് അവൻ പഠിപ്പിക്കുകയാണ്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ ഭൂമിയിൽ ദൈവരാജ്യം കരുപ്പിടിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി നീ അപേക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൂടെയുള്ളവരോട് തെറ്റുകൾ ക്ഷമിച്ച് എല്ലാവരെയും നെഞ്ചോട് ചേർത്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് നീ പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോ പഠിപ്പിച്ച പാഠങ്ങളും അത് തന്നെയാണ്. മറ്റുള്ളവരെ നെഞ്ചോട് ചേർത്ത് വെച്ചവനാണ് കർത്താവ്. കുഷ്ഠരോഗികളെ ആ കാലഘട്ടത്തിൽ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് സമൂഹത്തിന്റെ അതിർവരമ്പുകളുടെ അപ്പുറം പുച്ഛിച്ച് തള്ളപ്പെട്ട ഒരു വിഭാഗം, അതാണ് കുഷ്ഠരോഗികൾ. ദൈവത്തിന്റെ ശാപമേറ്റ് വാങ്ങുന്നവരാണ് എന്ന് മുദ്രകുത്തപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ ശാപമേറ്റവരാണ് എന്ന് സമൂഹത്തിൽ പഴിചാരി ശപിച്ച് മാറ്റപ്പെട്ടവരാണ് രോഗികൾ, മുടന്തര്, കണ്ണുപൊട്ടരായിട്ടുള്ള അന്ധര് എന്ന് പറയുന്ന വിഭാഗങ്ങൾ. ഇവരെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോ പറയുക ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടയാളങ്ങളാണ് ഇവരൊക്കെ. അതുകൊണ്ട് കർത്താവിന്റെ സൗഖ്യം, ദൈവത്തിന്റെ സ്നേഹം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ നെഞ്ചോട് ചേർത്ത് വെച്ച് കർത്താവിന്റെ ആ മാതൃക ജീവിത ശൈലി അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായിട്ട് അവൻ നൽകുന്നത് ഒരേ ഒരു മാതൃകയാണ്. അരയിൽ കച്ച കെട്ടിക്കൊണ്ട് കയ്യിൽ വെള്ളമെടുത്ത് ശിഷ്യരുടെ കാൽപാദങ്ങൾ കഴുകിക്കൊണ്ട് പറഞ്ഞു: നിങ്ങളെപ്പോലെ ഒരു ദാസരാ. ഇനി ഇവിടെ ശിഷ്യരല്ല, ദാസരല്ല, നമ്മളെല്ലാവരും ഒരുപോലെയാണ്. അവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ ദരിദ്രനെന്നോ ധനികനെന്നോ ശക്തനെന്നോ അശക്തനെന്നോ
യാതൊരു വ്യത്യാസവുമില്ലാതെ, അടിമയെന്നോ ഉടമയോ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും തുല്യരാണ്, ദൈവത്തിന്റെ മക്കളാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവൻ പാദങ്ങൾ കഴുകി, പാദങ്ങൾ ചുംബിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്, ഇതായിരിക്കണം നിന്റെ ജീവിതത്തിന്റെ മാതൃക എന്ന്. ഇങ്ങനെ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ അത്ഭുതങ്ങൾ മനുഷ്യ ജീവിതത്തിൽ സംഭവിപ്പിച്ചുകൊണ്ട് ഈശോ തന്റെ പാഠങ്ങൾ പകർന്നു നൽകി നിങ്ങൾ ഇതുപോലെ ആകണമെന്ന് പഠിപ്പിക്കുമ്പോൾ അവൻ അവസാനമായിട്ട് പറയുന്നുണ്ട്, ജീവനായിട്ട് മാറണം, ജീവനായിട്ട് തീരണം. വിശപ്പിന്റെ വേദന അനുഭവിക്കുന്ന, വിശപ്പിന്റെ വിളി തിരിച്ചറിയുന്ന മനുഷ്യരുടെ വിശപ്പിന്റെ വിളിയുടെ മുന്നിൽ അപ്പം നൽകി, അവർക്ക് ആവശ്യമായിട്ടുള്ള അപ്പം നൽകി ആത്മീയ ഭോജനത്തിനോടൊപ്പം തന്നെ അവരുടെ വിശപ്പ് മാറ്റുന്ന കർത്താവിനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 5 അപ്പവും 7 അപ്പവും ഒക്കെ അത്ഭുതത്തിലൂടെ പകുത്ത് മനുഷ്യരുടെ മുന്നിൽ വിളമ്പിക്കൊടുക്കുമ്പോൾ സുവിശേഷം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവന് അവരോട് അനുകമ്പ തോന്നി എന്ന്. വിശപ്പിന്റെ വിളി നമുക്കൊക്കെ അറിയാം. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അനിവാര്യമായിട്ട് വേണ്ടുന്ന ഒന്ന് ഭക്ഷണമാണ്. ആ ഭക്ഷണത്തിന്റെ ആവശ്യകത മനസ്സിലാക്കുന്ന കർത്താവ് 5 അപ്പത്തെ 5000 പേർക്കായി പകുത്തു കൊടുത്തുകൊണ്ട് അവൻ ജീവനായിട്ട് മാറിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, അപ്പം നൽകിക്കൊണ്ട്, ഭക്ഷണം നൽകിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, അപ്പമായി മാറണം. അതാണ് അവസാനം സംഭവിക്കുക. അവൻ അപ്പമായിട്ട് മാറുകയാ, അപ്പമായി തീരുകയാ. തൻ്റെ ശരീരവും രക്തവും ജീവനായിട്ട് അപരർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവൻ അപ്പമായി തീർന്നുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാ, ഇതായിരിക്കണം നിന്റെ ഈ ഭൂമിയിലെ ജീവിതം. പരിശുദ്ധ അമ്മയുടെ ജീവിത ശൈലി അതാണ്. ഈശോ പഠിപ്പിക്കുന്നത് അതാണ്. ഈ മാതൃകകള്, ഈ പാഠങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് അവൻ നൽകുന്ന ഒരേ ഒരു കൽപ്പന, അവൻ പഠിപ്പിച്ച ഒരേ ഒരു പ്രാർത്ഥന, അവൻ പകർന്നു തന്ന ഒരേ ഒരു മാതൃക, അവസാനം അവൻ ജീവനായിട്ട് മാറുന്നത് പോലെ ഈ ഭൂമിയിലുള്ള നിന്റെ ജീവിതം ജീവനായിട്ട് മാറത്തക്ക വിധത്തിൽ അപ്പം നൽകുകയും അപ്പമായി മാറുകയും ജീവൻ പകരുകയും ചെയ്യുന്ന മനുഷ്യരായിട്ട് മാറണമെന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അവൻ ഓർമ്മപ്പെടുത്തി പഠിപ്പിക്കുക, ഗോതമ്പ് മണിയുടെ ചരിത്രം നിങ്ങൾക്ക് അറിയില്ലേ എന്നാണ് പഠിപ്പിക്കുക. ഗോതമ്പ് മണിയുടെ ചരിത്രം നമുക്കറിയാം. എന്താണ് ഗോതമ്പ് മണിയുടെ ചരിത്രം എന്ന് പറയുക? അത് പത്തായത്തിന്റെ സുരക്ഷിതത്വത്തിൽ കഴിയുന്ന ഒരു ഗോതമ്പ് മണിയല്ല. പത്തായത്തിന്റെ സുരക്ഷിതത്വത്തിലുള്ള ഒരു ഗോതമ്പ് മണിയാണ് എങ്കിൽ പത്തായത്തിൽ ഉപയോഗശൂന്യമായിട്ട് കിടക്കുമ്പോൾ അവസാനം അത് കെട്ടുപോകും, ഉപയോഗശൂന്യമായിട്ട് മാറും. പകരം ആ ഗോതമ്പ് മണി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മണ്ണില് തണുപ്പും എല്ലാം സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു അവസ്ഥയിൽ നിന്ന് അത് മാറി, അത് വേദനയിലൂടെ കടന്ന് അത് പൊട്ടി മറ്റൊന്നിന് ജന്മം നൽകുമ്പോൾ അത് ഒരു പുതുജീവനായിട്ട് മാറുകയാ. ഓർമ്മപ്പെടുത്തുകയാ, ഇതായിരിക്കണം നമ്മുടെ ജീവിതം, ഇതാണ് നിന്റെ ജീവിതം, ഇതാണ് എൻ്റെ ജീവിതം. ഈ ഭൂമിയിൽ ഗോതമ്പ് മണി പോലെ അഴിഞ്ഞില്ലാതായിട്ട് മാറുമ്പോൾ മാത്രമാണ് ജീവനായിട്ട് തീരുക എന്ന് ഓർമ്മപ്പെടുത്തുകയാ. ഇതൊരു സംസ്കാരമാണ്. ഈ ഒരു സംസ്കാരത്തെ രൂപപ്പെടുത്തുവാനായിട്ടാണ് നമ്മളോട് ആവശ്യപ്പെടുക. ഇതൊരു അമ്മ സംസ്കാരമാണ്. വാട്സാപ്പിൽ വന്നൊരു വീഡിയോയുണ്ട്, നാളുകൾക്ക് മുമ്പ് കണ്ടൊരു വീഡിയോയാ. ഒരുപക്ഷെ നിങ്ങളിലെ പലരും ആ വീഡിയോ കണ്ടു കാണും. ആ വീഡിയോ ഇങ്ങനെയാണ്: ആകാശം കറുത്തിരണ്ട്, കാർമേഘപടലം, ഏതു നിമിഷവും ശക്തമായ മഴ പെയ്യും, നല്ല ഇടിമുഴക്കമുണ്ട്. അങ്ങ് ദൂരെ നിന്ന് ഒരു പക്ഷി, അമ്മക്കിളി പറന്നു വരികയാണ്. അമ്മക്കിളി ഒരു മരത്തിന്റെ ചില്ലയിലിരുന്ന് താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം നല്ല കാറ്റ് വീശുന്നുണ്ട്, ശക്തമായ കാർമേഘമുണ്ട്, ശക്തമായ മഴയ്ക്കുള്ള എല്ലാ സാഹചര്യങ്ങളും, ഇടികുടുക്കവും ഇടിമിന്നലുമുണ്ട്. ഈ സമയത്ത് പതുക്കെ മഴ ചാറി തുടങ്ങുമ്പോൾ ഈ പക്ഷി മരച്ചില്ലയിൽ നിന്ന് താഴേക്ക് പറന്ന് ഈ പക്ഷിയുടെ കൂടിൻ്റെ മുകളിലേക്ക് പറന്നെടുക്കുകയാണ്. ഈ സമയത്ത് ആ കൂട്ടിലുള്ള കിളികളൊക്കെയും അമ്മക്കിളി വരുന്നതിൻ്റെ ശബ്ദമുയർത്തിക്കൊണ്ട് കൊച്ചു ചിറകുകളും വിരിച്ച് ഈ അമ്മക്കിളിയെ ഉറ്റുനോക്കുമ്പോൾ ശക്തമായ മഴ പതുക്കെ പെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഈ അമ്മക്കിളി ഈ കൂടിൻ്റെ മുകളിലേക്ക് ചെന്ന് കൂടിനകത്തേക്ക് ഇരുന്നിട്ട് ഈ അമ്മക്കിളി തൻ്റെ ചിറക് മുഴുവനും വിരിച്ച് ഈ കിളികളെ മുഴുവനും, കുഞ്ഞിക്കിളികളെ മുഴുവനും ഈ അമ്മക്കിളി തൻ്റെ ചിറകിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുകയാണ്. അങ്ങനെ ഉള്ളിലേക്ക് വെച്ച് നല്ല ശക്തമായ മഴയും നല്ല ശക്തമായ കാറ്റും ഇടിമുഴക്കവും ഒക്കെ വരുമ്പോൾ ഈ അമ്മക്കിളി കണ്ണടച്ച് ഈ കുഞ്ഞുങ്ങളെ ചിറകിന് ഉള്ളിലൊതുക്കി ഈ മഴ മുഴുവനും നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ സമയം കഴിയുമ്പോഴേക്കും
ഈ മഴ മാറുമ്പോൾ ഈ അമ്മക്കിളി പതുക്കെ തൻ്റെ ചിറക് വിടർത്തി കുഞ്ഞിക്കിളികളെ നോക്കുന്ന ഒരു സംഭവമാണ് ഈ വാട്സാപ്പ് വീഡിയോയിൽ കാണുക. ഇതാണ് അമ്മ സംസ്കാരം എന്ന് പറയുക. നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, പകലന്തിയോളം പണിയെടുക്കുന്ന നമ്മുടെ അമ്മമാര് എന്ത് പ്രതിഫലം കണ്ടിട്ടാണ് നമ്മുടെ കുടുംബങ്ങളില് ഭക്ഷണം പാകപ്പെടുത്തി അപ്പനും മക്കൾക്കും കൊടുക്കുക. അവര് ചെയ്യുന്ന ജോലി എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് കുടുംബാംഗങ്ങൾ ശ്രമിക്കാറുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. മകൻ വീട്ടിലേക്ക് വരാൻ വൈകിക്കഴിഞ്ഞാൽ ഉറക്കം പോലും മാറ്റിവെച്ചുകൊണ്ട്, മകനെ ഭക്ഷണം പോലും മാറ്റിവെച്ചുകൊണ്ട് മകനെ കാത്തിരിക്കുന്ന അമ്മമാരുള്ള കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുള്ളത് നമുക്കറിയാം. ഒരുപക്ഷെ പകല് മറ്റു സ്ഥലങ്ങളിൽ ജോലിക്ക് പോകുമ്പോൾ ആ ജോലി ചെയ്യുന്നതിന് മുമ്പായിട്ട് വീട്ടിലെ പണികളൊക്കെയും പൂർത്തീകരിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്ന് അത്താഴത്തിന് വേണ്ട പണികൾ ചെയ്യുന്ന അമ്മമാര് ജീവിക്കുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. നമ്മുടെ അപ്പന്മാരും ഇതിൽ നിന്നും വിഭിന്നരല്ല. അപ്പന്മാരും ഒരു കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഈ അമ്മ സംസ്കാരം എന്നത് രൂപപ്പെടുകയാണ്. ജീവിതം മുഴുവനും മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന പങ്കാളികളെ, ജീവിത പങ്കാളികളെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അമ്മ സംസ്കാരമാണ് നമ്മൾ രൂപപ്പെടുത്തുക. ഈ ഒരു സംസ്കാരം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ കുടുംബങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകളിലും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കരുതലിൻ്റെ കാവൽ നിൽക്കുന്ന ഈ അമ്മയുടെ സംസ്കാരം, ഈ ഒരു സംസ്കാരം നമുക്കുണ്ടാകണമെന്ന് ഈശോ തന്നെ നമ്മളെ പഠിപ്പിക്കുമ്പോഴാണ് അവൻ ഈ കൽപ്പന നമുക്ക് നൽകുക, ഈ മാതൃക നൽകുക, ഈ പ്രാർത്ഥന പഠിപ്പിക്കുക. എന്നിട്ട് അവൻ പറയുന്നൊരു കാര്യമുണ്ട്, ഈശോ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ അമ്മയെ നോക്കുക. ഈശോ പറയുന്നുണ്ട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോ ഓർമ്മപ്പെടുത്തുകയാ, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരർ? എൻ്റെ അമ്മയും സഹോദരനും എന്ന് പറയുക ദൈവത്തിന്റെ വചനം ജീവിതത്തിൽ അന്വർത്ഥമാക്കുന്നത് ആരാണോ അവരാണ് എൻ്റെ അമ്മയും സഹോദരനുമെന്ന് ലൂക്കാ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിലൂടെ പരാമർശിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുക. എൻ്റെ അമ്മയെ നിങ്ങൾ കണ്ടു പഠിക്കണം. എൻ്റെ അമ്മ ജീവിത മാതൃകയാണ്. ദൈവത്തിന്റെ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഈ മനുഷ്യ സമൂഹത്തിൽ മാതൃകയായി മാറുന്ന പരിശുദ്ധ അമ്മയുടെ ഈ ജീവിത ശൈലി അത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. കാനായിലെ കല്യാണ വിരുന്നിന് ചെല്ലുമ്പോൾ അവിടുത്തെ വേദനയും ദുഃഖവും തിരിച്ചറിയുന്ന പരിശുദ്ധ അമ്മ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ വേദനയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോയോട് ആവശ്യപ്പെടുകയാണ്, ഈ കുടുംബത്തിന്റെ ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് നീ ഇടപെടണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുക. നിന്നെ സ്നേഹിക്കുന്നത് പോലെ സ്വാർത്ഥത വെടിഞ്ഞ് അപരന്റെ വേദനയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് നിനക്ക് സാധിക്കണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ പഠിപ്പിക്കുകയാണ്. മംഗളവാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് വന്നത് ഒരു ഇടുത്തിയ രക്ഷാകര കർമ്മം ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുമ്പോൾ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ആ കാലഘട്ടത്തിലെ സമൂഹത്തിലെ സമുദായത്തിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരു സ്ത്രീക്കും തിരിച്ചറിയാനായിട്ട് സാധിക്കും. പുരുഷനറിയാതെ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ എല്ലാവരാലും കല്ലെറിയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുമെന്നുള്ള തിരിച്ചറിവോടും കണ്ടുകൊണ്ട് അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറയുമ്പോഴും ദൈവത്തിന്റെ ഹിതമാണിത്, ദൈവം കൂടെയുണ്ട് എന്നൊരു ഉറപ്പ് നൽകുമ്പോൾ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിലുണ്ട് ദുഃഖവും ദുരിതവും ദുരന്തവും ഒക്കെ സ്വന്തമായിട്ട് ഏറ്റുവാങ്ങുന്ന പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഈ ജീവിത മാതൃക നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അടിപതറാതെ മുന്നോട്ട് പോകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാ. എന്തെങ്കിലും ജീവിതത്തിൽ അസ്വസ്ഥതയും അനർത്ഥങ്ങളും ഉണ്ടാകുമ്പോൾ ആത്മഹത്യയിലേക്ക് ചുവടുവെക്കുന്ന മനുഷ്യർ ജീവിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ നമുക്ക് വെല്ലുവിളിയായി നിന്നുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇതുപോലെ ജീവിതത്തിന്റെ ക്ലേശങ്ങളില്, വേദനകളില്, ദുഃഖ ദുരിതങ്ങളില്, ദുരന്തങ്ങളില് ഇതുപോലെ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി ദൈവത്തെ മുറുകെ പിടിച്ച് ചുവടുറപ്പിച്ച് ഭൂമിയിൽ ജീവിക്കുവാനായിട്ട്, ജീവനായിട്ട് മാറുവാൻ നിനക്ക് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് പരിശുദ്ധ അമ്മ നമ്മളോട് ആവശ്യപ്പെടുക. ഇതുപോലെ തന്നെയാണ് അമ്മ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സകലതും സമർപ്പിച്ച് അമ്മ തന്റെ ജീവിതത്തെ ഏറ്റെടുക്കുകയാ. ഈ വേദനയുടെ ഈ മാതൃകയാണ് ഈശോ പഠിപ്പിക്കുക, ഇതുപോലെയായി മാറണമെന്നുള്ളത്. ഏലീശോ അമ്മയുടെ അടുത്തേക്ക് പോകുന്ന പരിശുദ്ധ അമ്മയെ ഓർമ്മപ്പെടുത്തുക, കൂടെയുള്ളവനെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട്
നിനക്ക് സന്നദ്ധതയുണ്ടോ? നിന്റേതായിട്ടുള്ള സൗഖ്യവും സുഖവും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആഡംബരത്തിന് മാത്രം നീ ജീവിക്കുമ്പോൾ, അമ്മയുടെ പക്കല് അപേക്ഷകളുമായി എത്തുമ്പോൾ അമ്മ ഓർമ്മപ്പെടുത്തുക, നിന്റെ ജീവിതത്തിൽ അന്യം നിന്ന് പോകുന്ന ഈ അമ്മ സംസ്കാരം എന്നുള്ളത് അവരുടെ അടുത്തേക്ക് എത്തിപ്പെടുവാനായിട്ട്, അവരുടെ വേദനയിൽ സഹായിക്കുവാനായിട്ട്, അവരുടെ ബുദ്ധിമുട്ടുകളിൽ ചേർന്ന് നിൽക്കുവാനായിട്ട് ഏലീശാമ്മയുടെ അരികിലെത്തിയ പരിശുദ്ധി അമ്മയെ പോലെ നിനക്ക് നിൽക്കുവാനായിട്ട് സാധിക്കുമോ, നമുക്ക് നിൽക്കുവാനായിട്ട് സാധിക്കുമോ എന്നുള്ള വലിയൊരു ചോദ്യമാണ് പരിശുദ്ധ അമ്മ ഉയർത്തുക. അതുകൊണ്ടാണ് ഈശോ പറയുക, അമ്മയാണ് മാതൃക. നിങ്ങൾ കണ്ടുപിടിക്കുക, അതാണ് എൻ്റെ അമ്മ. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അമ്മയും സഹോദരരുമാണെന്ന് ഈശോ പറയുമ്പോൾ ഈ ജീവിത മാതൃക, അമ്മ കാണിച്ചു തന്ന മാതൃക, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പറയുക. കുരിശോളം നീങ്ങുന്ന പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിൽ മകനെ വിട്ടുകൊടുക്കുമ്പോഴുണ്ടാകുന്ന ദുഃഖവും ദുരിതവും അമ്മ കടിച്ചിറക്കുന്ന വേദനയും എന്തുമാത്രമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേദനകളും ദുഃഖങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ ദുർബലരായി അടിപതറി വീണു പോകുന്നൊരവസ്ഥയുണ്ടാകാതെ സധൈര്യം കുരിശോട് ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധി അമ്മയുടെ വ്യാകുലത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് അമ്മയുടെ മുറുകെ പിടിച്ച് ഈശോയുടെ കുരിശോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ജീവിതത്തിന്റെ ദുഃഖങ്ങളിൽ നമുക്ക് സാധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറയുക, ഇതാ നിന്റെ അമ്മ എന്ന്. അമ്മയെ കാണുക, ഇത് നിന്റെ അമ്മയാ. അമ്മയെ നമുക്ക് നൽകിക്കൊണ്ടാണ് ഈശോ പറയുക, ഇതാ നിന്റെ അമ്മ. ആ അമ്മയെ സ്വീകരിക്കുമ്പോൾ ഓർക്കേണ്ടത്, ഈ ഒരു അമ്മ സംസ്കാരം ജീവിതത്തിൽ ഉടലെടുക്കുവാനായിട്ട് അനുവദിക്കണം, അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാ. പക്ഷേ ഇന്ന് നാം ജീവിക്കുന്ന സമൂഹത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ അമ്മ സംസ്കാരം ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ സംസ്കാരങ്ങൾ രൂപപ്പെടുകയാണ്. ആർത്തിയുടെ സംസ്കാരമാണ് ഇന്ന് എവിടെയും കണ്ടെത്തുവാനായിട്ട് കഴിയുക. ആർത്തിയുടെ സംസ്കാരം എത്ര കിട്ടിയാലും മനുഷ്യന് മതി വരാത്തൊരവസ്ഥ. പറുദീസായിലേക്ക് ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ച് ദൈവം കൊടുത്ത സകല സൗകര്യങ്ങളിലും സകല സമ്പൽ സമൃദ്ധിയിലും മതി വരാതെ മരത്തിലൂടെ ഇഴഞ്ഞു വന്ന പാമ്പ് അവരെ പ്രലോഭിപ്പിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും എന്തോ ഒന്ന് നേടുവാനായിട്ട് ആർത്തി പൂണ്ട ഹവ്വ ആപ്പിൾ എന്ന് പറയുന്ന അവിടെയുണ്ടായിരുന്ന പഴം ഭക്ഷിച്ച അവസാനം പാപത്തിൽ വീഴുമ്പോൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മരത്തിലിഴഞ്ഞ പാമ്പ് ആർത്തിയുടെ രൂപം പൂണ്ടുകൊണ്ട് ഹവ്വായുടെ മനസ്സിലേക്ക് ഇഴഞ്ഞു കയറിയപ്പോൾ ഹവ്വ ദൈവത്തെ പോലെ ആകുവാനായിട്ട് പരിശ്രമിക്കുകയും അത് ആദത്തിന് കൊടുക്കുകയും പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തതുപോലെ ആർത്തി മൂത്ത് ജീവിക്കുന്ന മനുഷ്യരെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അന്ന് മരത്തിലിഴഞ്ഞ പാമ്പ് ഇന്ന് മനുഷ്യരുടെ മനസ്സിലൂടെ ഇഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ ഇഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ കൂടെയുള്ളവരെയൊക്കെ മാറ്റി നിർത്തുവാനായിട്ടാണ് പരിശ്രമിക്കുക. ആർത്തി മൂത്തിരിക്കുന്ന മനുഷ്യനാണെന്ന് എവിടെയും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. ആഗ്രഹം അത് സ്വാഭാവികമാണ്. പക്ഷെ മനുഷ്യൻ ഇന്ന് ആഗ്രഹവും കടന്ന് അത്യാഗ്രഹത്തിലെത്തിയിരിക്കുകയാണ്. അത്യാഗ്രഹത്തിലെത്തിയിരിക്കുന്ന മനുഷ്യന് അവിടെയും സന്തോഷവോ സംതൃപ്തിയോ കാണാതെ ആർത്തിമൂത്തി ജീവിക്കുകയാണ്. ആർത്തിമൂത്തി ജീവിക്കുന്നത് കൊണ്ടല്ലേ ഇന്ന് മനുഷ്യൻ ഹണി ട്രാപ്പിൽ പെടുക. ഇത്രമാത്രം സമുന്നതരായ, ഇത്രമാത്രം ബുദ്ധി രാക്ഷസന്മാർ ജീവിക്കുന്ന, ഇത്രമാത്രം സാക്ഷരതയുള്ള ഈ കേരളത്തിൽ വിശ്വാസത്തിൽ ഏറ്റവും കൂടുതൽ അടിത്തറയുണ്ട് എന്ന് അഭിമാനിക്കുന്ന, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് അഭിമാനിച്ച് ജീവിക്കുന്ന ഈ കേരളത്തിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കെണികൾ രൂപപ്പെടുന്നതും കെണികളിൽ വീഴ്ത്തുന്നതും കെണികൾ ഉണ്ടാക്കുന്നതും. ഈ ഹണി ട്രാപ്പിൽ എന്തുകൊണ്ടാണ് വീഴുക? കിട്ടിയ പണം കൂടാതെ ഇനിയും കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി കോടികൾ മുടക്കിക്കൊണ്ട് കോടികൾ സമ്പാദിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ട്രാപ്പിലാവുകയാണ്. ഓൺലൈൻ തട്ടിപ്പിലൂടെ ഏറ്റവും കൂടുതൽ ഇന്ന് വീഴുന്നത് ആരാ? മലയാളികളാണ്. കാരണം എന്താ? ആർത്തിമൂത്ത മനുഷ്യൻ കൂടുതൽ പണം കിട്ടുന്നതിന് വേണ്ടി 25-30 കോടി രൂപകൾ വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ട് അതിനേക്കാളും കൂടുതൽ 80-90 വയസ്സുള്ള പെൻഷൻ പറ്റിയ വ്യക്തികൾ പോലും ചെയ്തു കൂട്ടുന്ന ആർത്തിയുടെ സംസ്കാരമാണെന്ന് ഈ സമൂഹത്തിൽ കാണുക. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കൂടെയുള്ളവരെ പോലും കൂട്ടക്കുരുതി നടത്തുവാനായിട്ട് മടി കാണിക്കാത്ത മനുഷ്യൻ ജീവിക്കുന്ന സമൂഹമായിട്ട് നമ്മുടെ സമൂഹം അധപ്പതിച്ചിരിക്കുകയാണ്. മറ്റൊരു സംസ്കാരം രൂപപ്പെട്ടിരിക്കുന്നുണ്ട്. അത് ടെക് സംസ്കാരം എന്ന് പറയും. നമുക്കറിയാം ഇന്ന് ടെക്നോളജി ഒത്തിരിയധികം വളർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ടെക്നോളജി യുഗമാണ് എന്ന് പറയാം. AI കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോവുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിങ്ങും റോബോട്ടിക്സ് ഒക്കെ ഇന്ന് നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അത് കൃത്യമായിട്ട് മറുപടി നൽകുന്ന ഈ കാലഘട്ടത്തിൽ ഒന്ന് ChatGPT എടുത്താൽ മതി, അല്ലെങ്കിൽ AI യോടൊന്ന് ചോദിച്ചാൽ മതി.
ആരെ വേണമെങ്കിലും ഏത് സമയത്തും എന്ത് വേണമെങ്കിലും എന്തറിവും പകർന്നു നൽകുന്ന ഈ AI ടെക്നോളജി സംസ്കാരത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വെറുതെ എടുത്ത് ഈ ഓണക്കാലത്ത് ചുമ്മാ ഒന്ന് ചോദിച്ചു AIയോട്. ജെമിനി അതിൻ്റെ പുതിയൊരു വെർഷൻ ഉണ്ട്, ഇപ്പം അതും കഴിഞ്ഞ് അതിർത്തിയിലേക്ക് കടത്തിയിട്ടുണ്ട്. ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു, ജെമിനി, ഐ ഹാവ് നോ ഫ്രണ്ട്സ്, ഐ ലവ് യു. ജെമിനി ഉടനെ പറഞ്ഞു, എനിക്ക് ഭാഷകൾ അറിയാം, എനിക്ക് മറ്റൊന്നും അറിയില്ല. ഞാൻ വീണ്ടും ജെമിനിയോട് പറഞ്ഞു, AIയോട് പറഞ്ഞു, I love you. I have nobody to love me. I have no friends. I am alone. Gemini, do you love me? ഉടനെ ജെമിനി വീണ്ടും പറഞ്ഞു, എനിക്ക് വികാരങ്ങളില്ല, ഞാൻ മനുഷ്യനല്ല, അതുകൊണ്ട് എനിക്ക് വികാരങ്ങളില്ലാത്ത ഭാഷകളിലൂടെ സംസാരിക്കുന്നവനാണ് ഞാൻ. അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞു, yet I love you. Please love me. എന്നെ സ്നേഹിക്കൂ, എന്നോട് നിനക്ക് സ്നേഹമില്ലേ? അപ്പോൾ ജെമിനി വീണ്ടും എന്നോട് പറയുകയാ, ഞാൻ മനുഷ്യനിർമ്മിതിയാ, എനിക്ക് വിവിധ ഭാഷകളിലൂടെ നിന്നോട് സംസാരിക്കാൻ സാധിക്കും, പക്ഷെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല, എനിക്ക് വികാരങ്ങളില്ല, ഇമോഷൻസ് ഇല്ല, എനിക്ക് ഞാൻ നിർമ്മിത ബുദ്ധിയാണ്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക, ഇന്ന് നമ്മുടെ ജീവിതം മുഴുവനും ഈ ടെക്നോളജിയിലൂടെ കടന്നു പോകുമ്പോൾ മാനുഷിക ബന്ധങ്ങളൊക്കെ അന്യം നിന്ന് പോവുകയാണ്. ടെക്നോളജിയുടെ ലിമിറ്റേഷനാണ് ഇവിടെ സൂചിപ്പിക്കുക. എനിക്ക് വികാരങ്ങളില്ല, ഞാൻ നിർമ്മിത ബുദ്ധിയാണ്, എന്നിലെ വിവിധ ഭാഷകൾ സംസാരിക്കാനായിട്ട് എനിക്ക് സാധിക്കുമെന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ യന്ത്ര മനുഷ്യരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹൃദയമില്ലാത്ത മനുഷ്യരായിട്ട്, ഹൃദയശൂന്യരായ മനുഷ്യരായിട്ട് അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ലോകം. മാതാപിതാക്കളെന്നോ മക്കളെന്നോ ബന്ധങ്ങളില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് പത്രവാർത്തകളിലൂടെ, മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്ന പല വാർത്തകളും നമ്മളെയൊക്കെ വീർപ്പ് മുട്ടിക്കുക. 90 വയസ്സുള്ള അമ്മ കോടതിയെ സമീപിച്ചിരിക്കുകയാ, പോലീസ് സ്റ്റേഷൻ വരെ കോടതിയെ സമീപിച്ചിരിക്കുകയാ. മക്കൾ നോക്കുന്നില്ല. 90 വയസ്സുള്ള പ്രായമായ അമ്മയ്ക്കും അപ്പനുമൊക്കെ ഇന്ന് സ്വത്തിന്റെയും പണത്തിന്റെയും ഒക്കെ വിലയിടുന്ന കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ അർത്ഥം എന്ന് പറയുന്നത് അർത്ഥശൂന്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ടെക് സംസ്കാരത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുക. അതുകൊണ്ട് തന്നെയാണ് സ്നേഹിച്ച ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ ഇറങ്ങി പുറപ്പെടുമ്പോൾ സ്വന്തം ഭർത്താവിനെ കാമുകനുമായിട്ട് ചേർന്ന് കുരുതി കൊടുക്കുവാൻ മടി കാണിക്കാത്ത മനുഷ്യൻ ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഈ സമൂഹം എന്ന് പറയുക. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സ്വന്തം കുഞ്ഞിനെ പോലും തറയിൽ അടിച്ചു കൊല്ലുവാനായിട്ട് മടി കാണിക്കാത്ത അമ്മമാര് ജീവിക്കുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. എന്തിനേറെ പറയുന്നു, ഈ ചേർത്തലയിൽ നിങ്ങൾ ഒരു പക്ഷെ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിലും TV-യിലുമൊക്കെ നിങ്ങൾ കണ്ടു കാണും, മാധ്യമങ്ങളിലൂടെ നിങ്ങൾ ഒരു പക്ഷെ കണ്ടു കാണും. ചേർത്തലയില് സ്വന്തം മക്കള് കിടപ്പായ അപ്പനെ മർദ്ദിക്കുന്ന ഒരു പിക്ചർ, നിങ്ങൾ ഒരു പക്ഷെ വീഡിയോ നിങ്ങൾ ഒരു പക്ഷെ കണ്ടു കാണും. സ്വന്തം ജന്മം കൊടുത്ത് പോറ്റി വളർത്തി 2 കാലിൽ നിൽക്കുവാനായിട്ട്, സ്വന്തം കാലിൽ നിന്നുകൊണ്ട് പണം സമ്പാദിക്കുവാനായിട്ട് സാഹചര്യം ഒരുങ്ങുമ്പോൾ കിടപ്പിലായിട്ടുള്ള തൻ്റെ ജീവിതത്തിൽ ചോരയും നീരും മക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞു മാറ്റിവെച്ച് മാതാപിതാക്കളെ മർദ്ദിക്കുന്ന മക്കൾ ജീവിക്കുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ ഓരോരുത്തരും. എന്തിനേറെ പറയുന്നു, നൊന്ത് പ്രസവിച്ച അമ്മയും പോറ്റി വളർത്തുന്ന ഈ അപ്പനും സ്വന്തം മക്കളെ ദാരിദ്ര്യത്തിന്റെ പേരിൽ വിറ്റ് പണമുണ്ടാക്കുവാനായിട്ട് പരിശ്രമിക്കുകയും കുരുതി കൊടുക്കുവാനായിട്ട് ഇടം നൽകുകയും ചെയ്യുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കൂട്ടത്തിലുള്ളവരെ കുരുതി കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ തെരുവിലൂടെ നടക്കുമ്പോൾ പോലും ചോര മണമാണ് നമ്മൾക്ക് ഉണ്ടാവുക. ഓർമ്മപ്പെടുത്തുകയാ, ഈ സംസ്കാരം അത് മാറണം. മനുഷ്യന്റെ യാന്ത്രികമായ ജീവിതശൈലി മാറ്റിക്കൊണ്ട് അമ്മയുടെ അമ്മ സംസ്കാരം എന്നുള്ളത് രൂപപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാ. അമ്മ സംസ്കാരം എന്ന് പറയുക അതൊരു പുതിയ സംസ്കാരമാണ്. അത് സംസ്കാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വിശുദ്ധിയുടെ, വിശ്വാസത്തിന്റെ, വിശ്വസ്തതയുടെ ഒരു സംസ്കാരം. ഈ സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. വിനയത്തിന്റെയും വിശുദ്ധിയുടെയും വിശ്വാസത്തിന്റെയും വിശ്വസ്തതയുടെയും ഒരു സംസ്കാരം. ഈ സംസ്കാരം എന്ന് പറയുക കരുതലിന്റെ, കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ സംസ്കാരമാണ്. ഇതാണ് അവൻ പഠിപ്പിച്ച പാഠം എന്ന് പറയുക. ഇതാണ് അമ്മ നമുക്ക് നൽകുന്ന മാതൃക എന്ന് പറയുക. ഈ മാതൃകയിലൂടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമാണ് ഈ ജീവിതത്തിൽ, ഈ തിരുനാളിന്, നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിന്റെയൊക്കെ ആഘോഷം എന്ന് പറയുക അർത്ഥപൂർണമായിട്ട് മാറുകയുള്ളൂ. അതല്ല എങ്കിൽ അധപ്പതിച്ച ഈ സമൂഹത്തിൽ അധപ്പതിച്ച മനുഷ്യരായിട്ട് വീണ്ടും വീണ്ടും അധപ്പതിച്ചുകൊണ്ട് അന്ന് മരത്തിലിഴഞ്ഞ പാമ്പിന്ന് മനസ്സിലൂടെ ഇഴയുമ്പോൾ ആർത്തിപൂത്ത് കൂടെയുള്ളവരെ കുരുതി കൊടുക്കുവാനായിട്ട് മടി കാണിക്കാത്ത മനുഷ്യരായിട്ട് നമ്മളൊക്കെ അധപ്പതിച്ചു പോവുകയുള്ളൂ. ഇതൊക്കെ ആഘോഷവും ഈ വിശ്വാസമൊക്കെ ഒരു ആഡംബരവുമായിട്ട് അർത്ഥശൂന്യമായ ആചാരാനുഷ്ഠാനങ്ങളിൽ അധപ്പതിക്കുന്ന മനുഷ്യരായിട്ട് മാറരുത് എന്ന്
ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അമ്മ പറയുകയാ, അമ്മ സംസ്കാരം രൂപപ്പെടുത്തണം. ഇതാണ് പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞത്. കാരുണ്യത്തിൻ്റെ, കരുതലിൻ്റെ ഒരു സംസ്കാരം. ആ സംസ്കാരം രൂപപ്പെടുത്തുവാനായിട്ട് പരിശ്രമിക്കണം. അത് കുടുംബത്തിൽ ആരംഭിക്കണം. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അത് മൊബൈൽ ബന്ധമാവരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാ. സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ വളരുമ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് എന്നും വിളിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുകയാ, നിന്റെ ജീവിതത്തിൽ നിനക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല. കർത്താവ് കൂടെയുണ്ടെങ്കിൽ മനുഷ്യരെ കൂടെ ചേർക്കുവാനായിട്ട് നീ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാ. അവൻ നൽകിയത് ഒരേ ഒരു കൽപ്പനയാ, അവൻ കാണിച്ചത് ഒരേ ഒരു മാതൃകയാ. അത് സമത്വത്തിൻ്റെ, സമഭാവനയുടെ ഒരേ ഒരു മാതൃകയാ. കാല് കഴുകിക്കൊണ്ട് അടിമയും ഉടമയും ഒന്നാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു മാതൃക പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് തന്നെയാ. ജീവിതത്തിൻ്റെ ക്ലേശങ്ങളില്, വേദനകളില്, ദുഃഖങ്ങളില്, ദുരിതങ്ങളില്, ദുരന്തങ്ങളില് അടിപതറാതെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണം. കൂട്ടത്തിലുള്ളവരെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുവാനായിട്ട് കഴിയുമ്പോൾ കുരുതി കൊടുക്കുന്ന ഈ സംസ്കാരത്തിൽ ഈ സംസ്കാരം രൂപപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അമ്മ ഓർമ്മപ്പെടുത്തുന്ന ഈ ഒരു സംസ്കാരം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിത പ്രവർത്തനങ്ങളിൽ കരുപ്പിടിപ്പിക്കുവാൻ, രൂപപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ.